സൗദി അറേബ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ജിദ്ദ. ഇവിടെയുള്ള ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് അൽ ബലദ്. ഈജിപ്റ്റ്, ഇറാഖ്, മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒക്കെ വാസ്തുവിദ്യയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പഴയ നിർമ്മിതിയാണ് ഈ ഒരു അൽ ബലദ് എന്ന പ്രദേശത്ത് നമുക്ക് കാണാനാവുക. കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ ബലദിലെ 56 ചരിത്രപരമായ കെട്ടിടങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളറാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്. സൗദി വിഷൻ 2030 അനുസൃതമായി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ് അൽ ബലദ് എന്ന പ്രത്യേക ഏരിയയെ ഒരു ചരിത്രപരമായ ഏരിയയാക്കി പ്രഖ്യാപിക്കുകയും ചരിത്രപ്രസിദ്ധമായ ജിദ്ദയെ തന്നെ ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. വളരെ ബൃഹത്തായ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അൽ ബലദിനെ അടിമുടി മാറ്റുക തന്നെയാണ് സൗദി അറേബ്യൻ ഭരണാധികാരികളുടെ ലക്ഷ്യം. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അൽ ബലദിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 7-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ അൽ ബലദ് ചരിത്രപരമായി ജിദ്ദയുടെ ഒരു കേന്ദ്രമായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. 1940കളിൽ അൽ ബലദിൻ്റെ പ്രതിരോധ മതിലുകൾ തകർക്കപ്പെട്ടു. അൽ ബലദിന് ചുറ്റും ഒരു പ്രതിരോധ സംവിധാനം തന്നെ തീർത്തിരുന്നു പണ്ട് കാലത്ത്. 70കളിലും 80കളിലും സൗദി അറേബ്യ എണ്ണ വിപണി പിടിച്ചടക്കുകയും ആ തരത്തിൽ സമ്പന്നമാകാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി അൽ ബലദിലെ മുക്കുവരായ ആളുകൾ, ഒരുപാട് ആളുകൾ ഈ പറയുന്ന മക്കയുടെയും ജിദ്ദയുടെയും സൗദി അറേബ്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും മറ്റ് തൊഴിലുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി അൽ ബലദിൻ്റെ ശോഷണവും ആരംഭിച്ചു. അവിടെ വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാതെയായി. തെരുവുകൾ ഇടുങ്ങിത്തുടങ്ങി. വലിയ പാർക്കിംഗ് സൗകര്യങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ അൽ ബലദ് ഒരുപാട് വീർപ്പുമുട്ടി. ഇത് കണ്ടറിഞ്ഞ സൗദി അറേബ്യൻ ഗവൺമെൻറ് നേരിട്ട് തന്നെ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇത്തരുണത്തിലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ മുഖം മിനുക്കിയ അൽ ബലദിൻ്റെ 500 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇന്ന് പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. വളരെ മനോഹരമായി തേച്ചു മിനുക്കിയ കെട്ടിട സമുച്ചയങ്ങൾ, പുതിയ നിർമ്മിതികളും നിങ്ങൾക്ക് അൽ ബലദിൻ്റെ ഭാഗമായി ധാരാളമായി കാണാനായിട്ട് പറ്റും. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പഴയ ആ ഒരു മേഖലകളെല്ലാം തന്നെ പ്രത്യേകം വേലി കെട്ടിത്തിരിക്കുകയും, നിങ്ങൾ ഇടതുഭാഗത്ത് കടന്ന ഈ വേലികളൊക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ വേലി കെട്ടിത്തിരിച്ചുകൊണ്ട് പഴമയെ അതുപോലെ നിലനിർത്തുന്ന തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനാവുക. ഏകദേശം 56 തിരഞ്ഞെടുത്ത കെട്ടിടങ്ങളെയാണ് ഇത്തരത്തിൽ മോടി പിടിപ്പിക്കുന്നതും പുനരുദ്ധരിക്കുന്നതും. അന്ന് കാലത്ത് എങ്ങനെയാണോ വാസ്തുവിദ്യ ഉപയോഗപ്പെടുത്തിയത്, ഏതൊക്കെ തരം മരങ്ങളാണോ ഉപയോഗിച്ചത്, അത്തരം മരങ്ങൾ കൊണ്ടും അതേ വാസ്തുവിദ്യ കൊണ്ടും ഈ കെട്ടിടങ്ങളെ അതുപോലെ പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പുനരുദ്ധരിച്ചതിന് ശേഷം ഈ ഒരു കെട്ടിടങ്ങളെയെല്ലാം തന്നെ വിവിധ റെസ്റ്റോറൻറ്റുകളാക്കിയും മറ്റും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയുമൊക്കെയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയുടെ വിഷൻ 2030 കൃത്യമായി ഈ ഒരു കാഴ്ചപ്പാടിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം അതിൻ്റെ പകുതി വഴികൾ പിന്നിട്ട് കഴിഞ്ഞു. യമനിലെ അൽ നാസിഫ് ഹൗസ്, അൽ ജംജും ഹൗസ്, അൽ ബാഷൻ ഹൗസ്, അൽ ഖബൽ മസ്ജിദ്, അൽ മസ്ലൂമിലെ അൽ ഷാഫി മസ്ജിദ്, അൽ ഷാമിലെ ദാർ അൽ ബനാജ, അൽ സഹേദ് ഹൗസുകൾ എന്നിവയാണ് ഇന്ന് വരെയുള്ള ഏറ്റവും പ്രശസ്തവും പഴക്കവുമുള്ളതുമായ കെട്ടിടങ്ങളിൽ പലതും. ഇവയിൽ ചില കെട്ടിടങ്ങൾ 30 മീറ്ററിലധികം ഉയർന്നു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവയുടെ നിർമ്മാണം ഇപ്പോഴും നല്ല നിലയിൽ തന്നെ നമുക്ക് കാണാനായി കഴിയും. അൽ ബലദിലെ കിങ് ഫഹദ് ബ്രാഞ്ച് റോഡിലാണ് നോൺ മുസ്ലിം സെമിത്തേരി, അതായത് മുസ്ലിം അല്ലാത്ത ആളുകളെ മറമാടിയിരുന്ന ആ ഖബർസ്ഥാൻ. മുമ്പ് ക്രിസ്ത്യൻ സെമിത്തേരി എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ഈ ഒരു ശ്മശാനം നിലകൊള്ളുന്നത്
ഉയർന്ന മതിലുകളും മരങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ചെറിയ ഭാഗത്താണ്. ഏതായാലും ഇതിൻ്റെ മേൽനോട്ടമെല്ലാം ഇപ്പോൾ ജിദ്ദയിലെ പാശ്ചാത്യ കോൺസുലേറ്റുകളുടെ ചുമതലയിലുമാണ്. ഏകദേശം 400ഓളം ശവക്കല്ലറകൾ, പഴയ ശവക്കുഴികൾ ഈ ഒരു സെമിത്തേരിയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മിഷാരി ബിൻ അബ്ദുലസീസ് അൽ സൗദ് രാജകുമാരൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ജിദ്ദയിലെ ബ്രിട്ടീഷ് വൈസ് കോൺസൽ സിറിൽ ഔസ്മാനെയും ഇവിടെ അടക്കം ചെയ്തതായി പറയപ്പെടുന്നു. സമീപകാലത്ത് ഇവിടെ വളരെ അപൂർവമായി മാത്രമാണ് ശവസംസ്കാരങ്ങൾ നടക്കുന്നത്. കൂടുതലും ഇപ്പോൾ ഇന്ത്യക്കാരെയും ഫിലിപ്പിനോ പോലെയുള്ള ജനവിഭാഗങ്ങളുടെ കുട്ടികളെയും മറ്റുമാണ് ഈ അടുത്ത കാലങ്ങളിൽ ഇവിടെ മറമാടിയത്. 16-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു ശവക്കല്ലറകളും സെമിത്തേരിയും നിലനിൽക്കുന്നു എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ ഓട്ടോമൻ പോർച്ചുഗീസ് യുദ്ധങ്ങളുടെ ഫലമായുണ്ടായ പോർച്ചുഗീസ് മരണങ്ങളെ, അവിടെ അന്ന് മരണം സംഭവിച്ച ആളുകളെ മുഴുവൻ മറമാടാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സെമിത്തേരിയാണ്. 1810കളിലെ ഓട്ടോമൻ സൗദി യുദ്ധങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ മുഹമ്മദ് അലിയാണ് സെമിത്തേരിയുടെ മതിലുകൾ നിർമ്മിച്ചത്. പിന്നീട് ഈ മതിലുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു കല്ലറയോ മറ്റോ ഇവിടെ നിലവിലുള്ളതായി ഒട്ടുമിക്ക സന്ദർശകർക്കോ സ്വദേശികൾക്ക് പോലുമോ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ വർഷങ്ങളിലും പ്രത്യേകം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ജിദ്ദ സീസൺ ടൂറിസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി അൽബലദിൽ ഒരുപാട് പരിപാടികളാണ് ഈ അടുത്ത കാലങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. കൻസ് അൽ ബലദ് എന്ന പേരിലാണ് ഈ പരിപാടികൾ പലതും അറിയപ്പെട്ടത്. അപ്പോൾ ഇവിടെയുള്ള ഇത്തരം ഫെസ്റ്റിവലുകൾ ആളുകൾക്ക് ഷോപ്പിങ്ങിലും മറ്റുമുള്ള വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരനുഭവമായി മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് പാശ്ചാത്യർക്ക്, യൂറോപ്യൻസിനും അമേരിക്കക്കാർക്കും അതേപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുമൊക്കെ തൻ്റെ വാദയാനങ്ങൾ തുറന്നിട്ടുകൊണ്ട് അൽബലദ് മാടി വിളിക്കുകയാണ്. ഇസ്ലാമിലെ 2ാം ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമരി പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദ് ഷാഫി എന്ന പള്ളി വളരെ ഫേമസ് ആണ്. അതായത് 1400 വർഷങ്ങളോളം പഴക്കമുള്ള പള്ളിയാണിതെന്ന് ഓർക്കുക. എന്നാൽ 400 വർഷം മുമ്പ് പുനർനിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇന്നും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാനാവുക. എന്നാൽ 2009 ഇത് വീണ്ടും നവീകരിക്കുകയും ആളുകൾക്ക് പ്രാർത്ഥനാ കാര്യങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ഇന്ന് സന്ദർശകരുടെ ഏറ്റവും വലിയ സംഘങ്ങൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന സൈറ്റായി ഈ ഒരു പള്ളി നിൽക്കുന്ന പ്രദേശം മാറുകയും ചെയ്യുന്നു. ഇവിടെയുള്ള മഴവെള്ള സംഭരണിയാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സംഗതിയായി കാണാനാവുക. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം പാരിസ്ഥിതികപരമായ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ടെക്നോളജികൾ അന്ന് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതേപോലെ മാർബിളിൻ്റെ ഇറക്കുമതി ചെയ്ത മാർബിളിൻ്റെയും മറ്റും വളരെ വലിയ തൂണുകളും മറ്റും നമുക്ക് ഈ ഒരു പള്ളിയുടെ ഭാഗമായൊക്കെ കാണാനായി പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എത്യോപ്യയിൽ നിന്നുള്ള വ്യാപാരികൾ ജിദ്ദയിലേക്ക് ഇത്തരത്തിലുള്ള മാർബിളുകളും ഇതേപോലെ ബിൽഡിങ്ങുകൾക്ക് വേണ്ട മെറ്റീരിയലുകളും എല്ലാം തന്നെ ഇറക്കുമതി ചെയ്തിരുന്നു എന്നും ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള പഠനങ്ങൾ തെളിയിക്കുന്നുമുണ്ട്. യമനിലുള്ള വളരെ വലിയ ഒരു അണക്കെട്ട് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു പോയെന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് ചെങ്കടൽ കടന്ന് യമനികളുടെ വളരെ വലിയൊരു സംഘം ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെങ്കടലിൽ അവർ മുക്കുവ ജോലി ചെയ്ത് മീൻ പിടിച്ച് ഉപജീവനം നടത്തുകയും മറ്റും ചെയ്തു എന്നൊക്കെയാണ് പഴയ കഥകൾ. എന്തായാലും 500 വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു കാലഘട്ടം അന്ന് വളരെ സംഘടിതമായ ഒരു ഭൂപ്രദേശമായി, പൗരാണികമായ നിർമ്മിതികളുള്ള ഒരു വളരെ വലിയ പൗരാണിക നഗരമായി തന്നെ ഈ ഒരു അൽബലദ് മാറിയിരുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് കൗതുകമായി കാണുന്ന മറ്റൊരു കാര്യം. എന്തായാലും ആ നഗരത്തെ അതുപോലെ പുനർനിർമ്മിക്കുകയും ഈ ഭാഗത്തേക്ക് ആളുകൾ കടന്നു വന്നിരുന്ന, പ്രത്യേകിച്ച് എത്യോപ്യ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്
ഇവിടേക്ക് മക്കയിലേക്ക് തീർത്ഥാടനത്തിനും മറ്റുമൊക്കെ കടന്നു വന്നിരുന്ന ആളുകളെ വരവേൽക്കുകയും മക്കയിലേക്ക് അവരെ കടത്തിവിടുകയും ചെയ്തിരുന്ന ബാബ് മക്കയും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ബാബ് ഷെരീഫ് എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ തരത്തിൽ ഒരു കോട്ട പോലുള്ള ഒരു ചെറിയ കവാടം നിങ്ങൾക്ക് കാണാനാവുക. ഇവിടെ ഇടത് ഭാഗത്ത് ഈ മരങ്ങൾക്കും അപ്പുറം അതൊരു കാഴ്ചയായി നിങ്ങളുടെ മുമ്പിലെത്തും. എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇതുപോലെ പൗരാണികമായ ഒരുപാട് ബിൽഡിങ്ങുകളും കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ ഈ തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് ആ കാണുന്ന കെട്ടിട സമുച്ചയം. ഒരു കോട്ട പോലെയുണ്ട്, പക്ഷേ അതൊരു വഴിയായിരുന്നു, പാസേജ് ആയിരുന്നു. ആളുകളെ മക്കയിലേക്ക് കടത്തിവിടുന്ന ഒരു എന്താ പറയുക, കൃത്യമായ വഴികൾ. ഇവിടെ പാറാവുകാരുടെയും കാവലാളുകളുടെയും നിരന്തരമായ നിരീക്ഷണങ്ങളും അന്നുണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം പൊളിച്ചടക്കിയ അൽബലദിൻ്റെ പുതിയ പ്രദേശങ്ങളാണ്. അതായത് ഇവിടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളാണ് ഈ ഒരു വിഷൻ 13 അല്ലെങ്കിൽ വിഷൻ 2030 എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് എല്ലാം ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് നിഷ്ക്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ സൗദി അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പുനർവിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് ഉപജാപക സംഘങ്ങളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ടൂറിസം വകുപ്പ് തന്നെയാണ് നേരിട്ട് ചുക്കാൻ പിടിക്കുന്നത്. എന്തായാലും മനോഹരമായ ഈ ഒരു കടലിനോടടുത്ത് കിടക്കുന്ന പ്രദേശത്തെ മറ്റൊരു മനോഹര തീരമാക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും കടലിനോടടുത്ത ഭാഗങ്ങളാവുമ്പോൾ തീർച്ചയായും ഏറ്റുമുട്ടലുകൾ സാധാരണമായിരിക്കാം, അല്ലേ? എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് ഏറ്റുമുട്ടലുകൾക്കും പിടിച്ചടക്കലുകൾക്കുമെല്ലാം കാഴ്ചക്കാരാകേണ്ടി നിന്ന അൽബലദിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുകയാണ്. പുതിയ ചരിത്രഗതികൾക്കായി, പുതിയ കാഴ്ചകൾക്കായി, പുതിയ അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.